എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആ വാക്കിൽ തന്നെ അതിനകത്തുണ്ട് എംബഡഡ് സിസ്റ്റം, സംതിങ് ഈസ് എംബഡഡ് ഇൻ എ സിസ്റ്റം. അപ്പോൾ എവിടെ എംബഡഡ് ചെയ്തു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. എംബഡ് ചെയ്തിരിക്കുന്നത് ഇൻ്റലിജൻസ് ആണ്. എംബഡ് ചെയ്തിരിക്കുന്ന സ്ഥലം ഒരു മിനി കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ ഒരു മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റം, ഇതിലാണ് എംബഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നു, എന്തിനാണ് നമ്മൾ ഒരു ഇൻ്റലിജൻസ് ഒരു സിസ്റ്റത്തിൽ എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അതിൻ്റെ കാരണം ഒരു ഡെഫിനിറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു കൃത്യമായൊരു പ്രോസസ്സ് ചെയ്യുക എന്നുള്ള പർപ്പസാണ്. ഇപ്പോൾ എൻജിനീയറിംഗ് സിസ്റ്റംസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡ് അലോൺ സിസ്റ്റംസ്, പ്രത്യേകിച്ച് ഇപ്പം വാഷിംഗ് മെഷീൻ, നമ്മുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ഡിജിറ്റൽ വാച്ച്, അതല്ലെങ്കിൽ ഓട്ടോമോട്ടീവ്, ഇപ്പം നമ്മൾ പുതിയ വണ്ടികളെല്ലാം കാണുമ്പോൾ അതിനകത്തൊരു UI കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്യുന്ന സിസ്റ്റംസാണ്. അപ്പോൾ അത് ചെയ്യാനുള്ള ഇൻ്റലിജൻസാണ് നമ്മൾ എന്തിരിക്കുന്നത് അതിനകത്തുള്ള മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഒരു മൈക്രോ കൺട്രോളറിലോ എംബഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റത്തെയാണ് നമ്മൾ എംബഡഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അടുത്തത് നമുക്ക് എന്താണ് എംബഡഡ് സിസ്റ്റം പ്രോഗ്രാമിംഗ് എന്ന് പറയാം. അതായത് പ്രോഗ്രാമിംഗ് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒരു സിസ്റ്റത്തെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഫങ്ഷൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് പല രീതിയിൽ നമുക്ക് പല ലാംഗ്വേജസിൽ ചെയ്യാൻ സാധിക്കും. C++, പൈത്തൺ, റസ്റ്റ് തുടങ്ങിയ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ്, ഒരു പ്രോഗ്രാം എഴുതുന്നതിനെയാണ് നമ്മൾ എംബഡഡ് സിസ്റ്റം പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കുന്നത്. എംബഡഡ് സിസ്റ്റംസ് ആർക്കൊക്കെ പഠിക്കാം അല്ലെങ്കിൽ അതിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? എംബഡഡ് സിസ്റ്റം പ്രോഗ്രാമിംഗ് സത്യത്തിൽ ആർക്ക് വേണമെങ്കിലും പഠിക്കാം. കൊച്ചുകുട്ടികൾ മുതൽ ഇപ്പോൾ ചെറിയ രീതിയിൽ എംബഡഡ് സിസ്റ്റം പ്രോഗ്രാമിങ്ങുകളെല്ലാം ചെയ്തു വരുന്നുണ്ട്. അവർക്ക് അതിനുള്ള ടൂൾസും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. പക്ഷേ ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ അതിനകത്ത് എംബഡഡ് സിസ്റ്റം എഞ്ചിനീയറായി മാറാനായിട്ട് എന്തൊക്കെ യോഗ്യതകളാണ് വേണ്ടതെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബേസിക്കലി നമുക്ക് വേണ്ടത് ഒന്നില്ലെങ്കിൽ ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ്, അതായത് BTech ഓർ BE, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ് ME അല്ലെങ്കിൽ MTech. അതുകൂടാതെ BSc MSc യോഗ്യതകളുള്ള ആൾക്കാർ. പ്രത്യേക സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. നമുക്ക് ഇലക്ട്രോണിക്സുകാർക്ക് ചെയ്യാൻ സാധിക്കും, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുകാർക്ക് ചെയ്യാൻ സാധിക്കും, അതുപോലെ BSc ഇലക്ട്രോണിക്സുകാർക്ക് പറ്റും, ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിച്ച ആളുകൾക്ക് സാധിക്കും, കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി അങ്ങനെയുള്ള വിഷയങ്ങൾ എടുത്തുള്ള ആളുകൾക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈവൻ സയൻസ് സബ്ജക്റ്റും മാത്തമാറ്റിക്സ് എടുത്തവർക്കും അല്പം പ്രോഗ്രാമിങ്ങിന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എംബഡഡ് സിസ്റ്റം പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിക്കാൻ സാധിക്കും. ഈ ഒരു കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ നമുക്കറിയാം ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സും പ്രോഗ്രാമിംഗ് മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എംബഡഡ് സിസ്റ്റം 2024 കണക്ക് പ്രകാരം ലോകമാകമാനം ഉള്ള എംബഡഡ് സിസ്റ്റം ബിസിനസ് എന്ന് പറയുന്നത് ഏതാണ്ട് $110 ബില്യൺ അത് 2030 $180 $200 മില്യൺ അടുത്തേക്ക് കുതിക്കുകയാണ്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇപ്പം വെയറബിൾ ഡിവൈസസ്, അതായത് നമ്മളുടെ ശരീരത്ത് തന്നെ ധരിക്കാവുന്ന പല ഡിസീസ് ഡയഗ്നോസിസ് ഡിവൈസുകൾ. ഇപ്പോൾ നമുക്ക് ഡയബറ്റിക് റിയൽ ടൈമിൽ അറിയാൻ വേണ്ടിയിട്ട് ഒരു പാച്ച് ഒട്ടിച്ച് വെച്ച് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ മൊബൈൽ ഫോണിലെ ആപ്ലിക്കേഷനിൽ നമ്മുടെ ഡയബറ്റിക് വാല്യൂ ഒരു ദിവസം എത്ര വാല്യൂസ് വന്നിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെയുള്ള ഒരുപാട് ഡിവൈസുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ വാച്ചുകൾ, സ്മാർട്ട് വാച്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പൾസ് റേറ്റ് എത്രയാണ്, നമ്മൾ കേൾക്കുന്ന ആംബിയൻ സൗണ്ട് അത് നമ്മുടെ കേൾവിയെ ബാധിക്കുമോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അത് നമുക്ക് ഇൻഫർമേഷൻ തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ വളരെ വലിയൊരു ബൂം സംഭവിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ലാസ്റ്റ് 5 വർഷത്തിനിടയിൽ AI-യിലുണ്ടായ ബൂം. അപ്പോൾ AI എന്നുള്ളത് ഇപ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകമാകമാനം റിസർച്ച് നടക്കുന്നത് ഈ AI എന്നുള്ള ഫീച്ചർ എംബഡഡ് സിസ്റ്റത്തിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ അല്ലെങ്കിൽ ഡയഗ്നോസിസ് എല്ലാം നൽകുക എന്നുള്ളൊരു റിസർച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അടുത്തൊരു 10 വർഷം 15 വർഷമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരുപാട് ഡയഗ്നോസ്റ്റിക് ഡിവൈസുകൾ അല്ലെങ്കിൽ വെയറബിൾ ഡിവൈസുകൾ മാർക്കറ്റിലേക്ക് വരുന്ന ഒരവസരം ഉണ്ടാവും. അതുപോലെ തന്നെ ഉള്ള ഒരു പ്രത്യേകതയാണ് ഇലക്ട്രിക് വെഹിക്കിൾ. ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി വലിയൊരു ബൂം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തും ഒരുപാട് എംബഡഡ് സിസ്റ്റം ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ എംബഡഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റം പ്രോഗ്രാമിംഗ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റിന് ഒരുപാട് ജോലി സാധ്യതകളാണ് നമ്മൾ കാണുന്നത്. ഇനി എന്തൊക്കെ തരത്തിലുള്ള ജോലികളാണ് നമുക്കൊരു ടൈറ്റിൽ, എന്ത് ജോബ് ടൈറ്റിലാണ് നമുക്ക് ഈ എംബഡഡ് സിസ്റ്റം പ്രോഗ്രാമിംഗ് പഠിച്ച ആളുകൾക്ക്
ഉണ്ടാകുന്നത്. ആദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എംബഡഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്നുള്ള പോസ്റ്റ് ആയിരിക്കാം. അതുപോലെ തന്നെ എംബഡഡ് സിസ്റ്റം പ്രോഗ്രാമർ എന്നത് ചില കമ്പനികൾ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ആർട്ടോസ് എഞ്ചിനീയർ, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എഞ്ചിനീയർ എന്ന് വിളിക്കാറുണ്ട്. ഫേംവെയർ ഡെവലപ്പർ എന്ന് വിളിക്കാറുണ്ട്. പല പേരുകളാണ്. പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് എഞ്ചിനീയർ എന്ന് വിളിക്കാറുണ്ട്. IoT ഡെവലപ്പർ, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഡെവലപ്പർ എന്ന് വിളിക്കാറുണ്ട്. പല പേരുകൾ, പക്ഷേ ഏകദേശം ഇവർ ചെയ്യുന്ന ജോലികളെല്ലാം സിമിലർ ആയിരിക്കും. അത് ഓരോ ഫീൽഡ് അനുസരിച്ച്, ഓരോ കമ്പനി അനുസരിച്ച് അവർ ഓരോ ഡെസിഗ്നേഷൻ തരുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഡെസിഗ്നേഷനുകളിലുമുള്ള ജോലികൾക്ക് നമുക്ക് എംബഡഡ് സിസ്റ്റം പ്രോഗ്രാമിംഗ് അറിയാവുന്നവർ അല്ലെങ്കിൽ എംബഡഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അറിയാവുന്നവർക്ക് ജോലി സാധ്യതകളുണ്ട്. അപ്പോൾ അടുത്ത ഒരു 10 വർഷത്തെ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ട് എന്താണ് എംബഡഡ് സിസ്റ്റത്തിനുള്ള ഗ്രോത്ത് എന്നുള്ളത് ഏതാണ്ട് ഡബിൾ ആവുന്ന രീതിയിലാണ് മാർക്കറ്റ് പോകുന്നത്. ഇപ്പോൾ CAGR പറയുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 7 to 9% ഇൻക്രിമെൻ്റ് ആണ്, ഇൻക്രീസാണ് എല്ലാ വർഷവും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും അടുത്തൊരു 10 വർഷത്തിനിടയിൽ എന്തുമാത്രം ഏതാണ്ടൊരു ഡബിൾ ഗ്രോത്ത് നമുക്ക് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് ജോലിയും കൂടും. അതോടൊപ്പം ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല രാജ്യങ്ങളും വലിയ കമ്പനികളെല്ലാം ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു സിനാരിയോ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ആപ്പിൾ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അതുപോലെ ഓരോ വലിയ കമ്പനികളും ഇന്ത്യയിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലുള്ള എന്താ പറയുന്നത്, ഇത് പഠിച്ച പ്രൊഫഷണൽസിന് കൂടുതൽ തൊഴിൽ സാധ്യതകൾ ലഭ്യമാകും. അതിൻ്റെ അർത്ഥം അവർ ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യണമെന്നല്ല. ചിലപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാനും ആ കമ്പനിയുടെ തന്നെ മറ്റ് ബ്രാഞ്ചുകളിൽ വർക്ക് ചെയ്യാനുള്ള അവസരങ്ങളെല്ലാം ഉണ്ടായിരിക്കും. എന്താണ് എംബഡഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ എംബഡഡ് പ്രോഗ്രാമിങ്ങിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? അതിന് നമുക്ക് ഒന്നിലധികം ഉത്തരങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും ആദ്യമായിട്ട് പറയേണ്ടത് C പ്രോഗ്രാമിംഗ് തന്നെയാണ്. C++. ഈ 2 പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ഏറ്റവും കൂടുതലായിട്ട് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ അറൗണ്ട് 47% മുകളിൽ പ്രോഗ്രാമിംഗ് സാധ്യമാകുന്നത് C ലാംഗ്വേജിൽ തന്നെയാണ്. ഇത് 1972 ലോഞ്ച് ചെയ്ത പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് ഓർക്കണം. ഇത്രയും വർഷത്തിനപ്പോഴും അതിൻ്റെ ഒരു സ്ട്രെങ്ത് അതുപോലെ തന്നെ നിൽക്കുന്നു. കാരണം അത്രയും നന്നായിട്ട് പ്രോഗ്രാമിംഗ് നടത്താൻ സാധിക്കുന്ന ഒരു ഡൊമൈൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഇപ്പം റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള പൈത്തൺ, റസ്റ്റ് തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം കൂടി കമ്പൈൻഡ് വാല്യൂ സംതിങ് അറൗണ്ട് 53% വരുന്നു. ഇത് കൂടാതെ അസംബ്ലി ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് കൂടി ഉണ്ട്. അത് കുറച്ചും കൂടി ലോ ലെവൽ പ്രോഗ്രാമിംഗ് ആണ്. അത് നമുക്ക് ഹാർഡ്വെയറിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ബെറ്റർ ആണ് എങ്കിൽ പോലും അത് അത്ര യൂസർ ഫ്രണ്ട്ലി അല്ല. നമുക്ക് കുറച്ച് എന്താ പറയുക, യൂസർ ഫ്രണ്ട്ലിനെസ് കുറവുള്ള ഒരു ലാംഗ്വേജ് ആണ് അസംബ്ലി ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇപ്പോഴും അത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പ്രോഗ്രാമിംഗ് നീഡ്സിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ജനറലി ഒരു 95% ഹൈ ലെവൽ ലാംഗ്വേജസ് ആയിട്ടുള്ള C++, പൈത്തൺ, റസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ 47%ഓളം C തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ടാണ് C and C++ ഇത്ര വൈഡായിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് ഒന്നാമത്തെ കാരണം വളരെ ക്ലോസ് ആയ ഹാർഡ്വെയർ കൺട്രോളാണ്. അതായത് നമ്മൾക്ക് ഒരു ഹാർഡ്വെയറിൻ്റെ മെമ്മറി, അതുപോലെ ഹാർഡ്വെയർ ഫീച്ചേഴ്സ് അതെല്ലാം വളരെ എന്താ പറയുക എഫിഷ്യൻ്റ് ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള ലാംഗ്വേജ് C-യും C++ഉം തന്നെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ എക്സിക്യൂഷൻ വളരെ എഫിഷ്യൻ്റ് ആണ്. C പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻസിനെല്ലാം എംബഡഡ് C പ്രോഗ്രാമിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാമിംഗ് നടത്തുന്നത്. അതുപോലെ തന്നെ നമുക്കുള്ള അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പോർട്ടബിലിറ്റിയാണ്. ഇത് നമുക്ക് അധികം വലിയ മെമ്മറി സ്പേസോ മറ്റ് ഫീച്ചേഴ്സോ ഒന്നും ആവശ്യമില്ല. വളരെ ചെറിയ മെമ്മറി സ്പേസിൽ തന്നെ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യാം. സോ ഇറ്റ്സ് എ പോർട്ടബിൾ ഡിവൈസ്. മിനിമം റിസോഴ്സസ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ C ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1972 മുതലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബഗ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി സപ്പോർട്ട് വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ മൈക്രോ പ്രോസസ്സർ ആൻഡ് കൺട്രോളർ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന സപ്പോർട്ടും വളരെ കൂടുതലാണ്. എല്ലാ മൈക്രോ പ്രോസസ്സർ, മൈക്രോ കൺട്രോളർ മാനുഫാക്ചേഴ്സും അവരുടെ എല്ലാ ചിപ്പുകളും എല്ലാ കൺട്രോളേഴ്സിനും പ്രോസസ്സറിനും വേണ്ടി തരുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് SDK ഒരു C അല്ലെങ്കിൽ C++ ബേസ്ഡ് കിറ്റ് ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത. ഇപ്പോഴും അത് 100% അങ്ങനെ തന്നെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇത്രയും കാരണങ്ങളുള്ളത് കൊണ്ട് ഇപ്പോഴും C-യും C++ഉം വളരെ എഫിഷ്യൻ്റ് ആയിട്ട് എംബഡഡ് പ്രോഗ്രാമിങ്ങിന് ഉപയോഗിച്ചു വരുന്നു.
എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒറ്റയടിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കാരണം വെബ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് അതിന് ഒരുപാട് റിസോഴ്സ് റിച്ച് ആണത്. നമുക്ക് ലിമിറ്റേഷൻസ് വളരെ കുറവായിരിക്കും. നമുക്ക് ആവശ്യത്തിനുള്ള മെമ്മറി ഉണ്ട്, ആവശ്യത്തിന് OS ഉണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്, നമുക്ക് വർക്ക് ചെയ്യാനുള്ള OS ഉണ്ട്, തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഒരുപാട് റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സാണ് ഈ വെബ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അത് പലപ്പോഴും ഒരു ജനറൽ പർപ്പസ് ഡെവലപ്മെൻറ്റാണ്, നമുക്കൊരു ടിപ്പിക്കൽ യൂസിന് വേണ്ടിയിട്ടല്ല. അതൊരു ജനറൽ പർപ്പസ് ഡെവലപ്മെൻ്റ് ആയിരിക്കും നമ്മൾ ഈ സോഫ്റ്റ്വെയർ അല്ല വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എംബഡഡ് അങ്ങനെയല്ല. എംബഡഡ് എന്ന് പറയുന്നത് വളരെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. കാരണം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എംബഡഡ് സിസ്റ്റം ആയിട്ടുള്ള ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഡിജിറ്റൽ വാച്ച്. ഈ ഡിജിറ്റൽ വാച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു, കോഡ് ചെയ്യുന്നു എന്നുള്ള സമയത്ത് നമുക്ക് നമ്മളുടെ എംബഡഡ് സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അതിനകത്ത് ഒരുപാട് പവർ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അത് ഒരുപാട് നേരം ഇതിൻ്റെ ബാറ്ററി നിൽക്കില്ല. അപ്പോൾ നമ്മൾ രാവിലെ വാച്ച് ചാർജ് ചെയ്യുന്നു, നമ്മൾ ഇറങ്ങി ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ വാച്ച് നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഉപകരണം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ വളരെ ക്രിട്ടിക്കലാണ്. കാരണം നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് പവർ എങ്ങനെ മാനേജ് ചെയ്യാം, കോഡിങ്ങിലൂടെ നമുക്ക് വളരെ എഫിഷ്യൻ്റായിട്ട് പവർ മാനേജ്മെൻറ്റ് സാധിക്കും. അതുപോലെ മെമ്മറി യൂട്ടിലൈസേഷൻ. ഇപ്പോൾ നമുക്ക് ഒരുപാട് മെമ്മറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം മെമ്മറീസ് ഇൻ എ വേ മെമ്മറി ഈസ് എ വെരി കോസ്റ്റ്ലി തിങ്. കാരണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മണി, അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് തുടങ്ങിയ കാര്യങ്ങളിൽ നിൽക്കുന്ന രീതിയിൽ വേണം മെമ്മറി ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ആകെ സിസ്റ്റത്തിലുള്ളത് ഇപ്പോൾ ഒരു 2 GB മെമ്മറിയാണ്. അതിനകത്തൊരു 1.5 നമ്മുടെ ഫേംവെയർ തന്നെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് സാധിക്കില്ല. അപ്പം അങ്ങനത്തെ ഉള്ള റിസോഴ്സ് ലിമിറ്റേഷൻ എപ്പോഴും നമ്മുടെ എംബഡഡ് സിസ്റ്റം പ്രോഗ്രാമിങ്ങിൽ ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ പ്രോഗ്രാമിംഗ് സ്റ്റൈൽ തന്നെ ഡിഫറൻസ് ആണ്. കാരണം നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഹാർഡ്വെയറിനെയാണ് ഇവിടെ. ഒരു ഇലക്ട്രോണിക് സിസ്റ്റത്തെയോ അല്ലെങ്കിൽ ഒരു റോബോട്ടിക് സിസ്റ്റത്തെയോ മെക്കട്രോണിക് സിസ്റ്റത്തെയോ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. മറ്റേത് അങ്ങനെയല്ല, കുറച്ചും കൂടി എന്താ പറയുക, ഒരു യൂസർ ഇൻട്രാക്ഷൻ ഉള്ള UI ഉള്ള സിസ്റ്റമാണ്. അപ്പോൾ അവിടെ അത് തികച്ചും വ്യത്യസ്തമാണ്. ഞാൻ പറഞ്ഞ പ്രധാന കാരണം അതിനകത്ത് റിസോഴ്സ് റിച്ച്നെസ് കൂടുതലാണ്. അതായത് വെബ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ബേസ്ഡ് സോഫ്റ്റ്വെയർസിന്. എംബഡഡ് സിസ്റ്റത്തിന് അങ്ങനെ ഒരു ധാരാളിത്തം അവകാശപ്പെടാനില്ല. നമ്മളെപ്പോഴും റിസോഴ്സ് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മുടെ കൺസ്ട്രെയിൻസും കൂടുതലായിരിക്കും. കാരണം ഇപ്പോൾ നമ്മളുടെ ടീമിലേക്ക് നമ്മുടെ മാനേജർ നമ്മളോട് ഡിസൈൻ കൊണ്ടുവരുന്ന സമയത്ത് അവർ ആദ്യമേ എടുത്തു വയ്ക്കുന്നത് കൺസ്ട്രെയിൻസ് ആണ്. ആദ്യമേ പറയുന്നത് കൺസ്ട്രെയിൻസ് ആണ്. ഇന്ന കാര്യങ്ങളെല്ലാം ക്രിട്ടിക്കലാണ്. അത് കഴിഞ്ഞിട്ടാണ് പറയുന്ന ആവശ്യം ഇതാണ്. അപ്പോൾ കൺസ്ട്രെയിൻസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ് എംബഡഡ് സിസ്റ്റം ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റം ഫേംവെയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ക്രിസ്പായിട്ട് എഞ്ചിനീയറിംഗ് ചെയ്യേണ്ട ഒരു മേഖലയും കൂടിയാണ്. മറ്റേതുപോലെ നമുക്ക് അത്ര ഫ്ലെക്സിബിലിറ്റിയും ഫ്രീഡവും കിട്ടില്ല. അതാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ്. പിന്നെ മറ്റൊരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫെയിലിയർ ടോളറൻസ് എന്ന് നമ്മൾ വിളിക്കുന്ന സംഭവമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു എംബഡഡ് സിസ്റ്റം ഇപ്പോൾ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2018-19 കാലത്താണ് ബോയിങ്ങിൻ്റെ 2 വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടു. അതൊരു ക്രിട്ടിക്കൽ ഫെയിലിയറാണ്. അത് ഒരു സെൻസർ ഇൻ്റഗ്രേഷനിൽ വന്ന ഫെയിലിയർ കൊണ്ടുണ്ടായ ഒരു വളരെ ക്രിട്ടിക്കൽ എററാണ്. നമ്മളൊരു വെബ് ബേസ്ഡ് സിസ്റ്റമോ അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനോ അത്ര ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻ വരാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ എംബഡഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത് അതിനെ വിശ്വസിച്ചിട്ടാണ് ആ സിസ്റ്റം എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫീൽഡിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫെയിലിയർ ചിലപ്പോൾ ഒരു വലിയൊരു കലാമിറ്റിയിലേക്കൊക്കെ നയിച്ചേക്കാം. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും സേഫ്റ്റി കൺസേൺസും പ്രിക്കോഷൻസും എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോഗ്രാമിംഗ് കൂടിയാണ് എംബഡഡ് സിസ്റ്റം പ്രോഗ്രാമിംഗ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒറ്റ വാചകത്തിൽ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫേംവെയറുകളും ഒരു എംബഡഡ് സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ എല്ലാ എംബഡഡ് സോഫ്റ്റ്വെയറുകളും ഒരു എംബഡഡ് ഫേംവെയർ അല്ല. അതാണ് നമുക്ക് ലളിതമായിട്ട് പറയാൻ പറ്റുന്നത്. അതായത് എംബഡഡ് ഫേംവെയർ എന്ന് പറയുന്നത് എംബഡഡ് സോഫ്റ്റ്വെയർ എന്നുള്ളതിൻ്റെ ഒരു സബ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സബ്സെറ്റ്, മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ ഒരു സബ്സെറ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫേംവെയർ എന്ന് പറയുന്നത് മിക്കവാറും നമ്മൾ ഇതുപോലെ അസംബ്ലി ലാംഗ്വേജിലോ അല്ലെങ്കിൽ C കോഡിലോ എഴുതിയിട്ട് നമ്മൾ മൈക്രോ കൺട്രോളറിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ
നമ്മൾ തന്നെ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു വാഷിംഗ് മെഷീൻ എടുത്തു കഴിഞ്ഞാൽ ആ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലുള്ള കോഡ് എന്താണ് തുടങ്ങിയ സംഭവങ്ങളൊന്നും നമുക്കറിയില്ല. നമുക്ക് അതിനോട്ട് ആക്സസും കിട്ടില്ല. അതിനെ എഡിറ്റ് ചെയ്യാനോ അതിനെ മാറ്റാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫീച്ചർ ആഡ് ചെയ്യാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അത് ഓൾറെഡി അതിനകത്ത് ഹാർഡ് കോഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫേംവെയർ എന്ന് വിളിക്കുന്നത്. അതേസമയം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഹൈ എൻഡിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. നമുക്ക് കുറച്ച് ഫ്ലെക്സിബിലിറ്റി അതിന് അവൈലബിൾ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് അതിൻ്റെ സോഫ്റ്റ്വെയറിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ, ഐ മീൻ ഫുള്ളായിട്ട് ചിലപ്പോൾ മാറ്റാനുള്ള ഓപ്ഷൻ ചിലപ്പോൾ കമ്പനീസ് തന്നെന്ന് വരില്ല. എങ്കിൽ പോലും നമുക്ക് കുറച്ചൊന്ന് കസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഫീച്ചർ നമുക്ക് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും ഒരു എംബഡഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ. അപ്പം അത് മിക്കവാറും സംഭവിക്കുന്നത് ഒരു റിയൽ ടൈം ലോജിക്ക് വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റിയൽ ടൈം ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളാണ് പലപ്പോഴും എംബഡഡ് സോഫ്റ്റ്വെയർ നമ്മൾ കാണാൻ സാധിക്കുക. ഫേംവെയർ എന്ന് പറയുന്നത് അങ്ങനെ റിയൽ ടൈം ആവണമെന്നില്ല. ഒരു ഡെഡിക്കേറ്റഡ് സാധനം അത് അങ്ങനെ നടന്നു പോകുന്നു. റിയൽ ടൈം ഇവന്റ് ഒന്നും ചിലപ്പോൾ അതിനകത്ത് കണ്ടു എന്ന് വരില്ല. അതുപോലെ നമ്മൾ എംബഡഡ് സോഫ്റ്റ്വെയർ ബേസ്ഡ് സിസ്റ്റംസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും കാണാൻ സാധിക്കും 90% ടൈം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സാധനം അതിനകത്ത് ഒരു UI ഇന്റർഫേസ് ഉണ്ടാവും, ഒരു യൂസർ ഇന്റർഫേസ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു ഡിസ്പ്ലേ വഴി നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാനോ അതിനകത്ത് ഇന്റർഫെയർ ചെയ്യാനോ ഒക്കെ നമുക്ക് സാധിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു വണ്ടി കാറിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന UI സിസ്റ്റംസ് ഉണ്ട്. അതിപ്പോൾ ആൻഡ്രോയിഡിൽ വർക്ക് ചെയ്യുന്ന ഒരു UI സിസ്റ്റം കാണാം. അപ്പോൾ അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ നമുക്ക് പലപ്പോഴും സാധിക്കും. അതൊരു എംബഡഡ് സോഫ്റ്റ്വെയർ അതിന് എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേസമയം ഒരു ഹാർഡ്വെയറുമായിട്ട് യൂസറിന് ഇന്റർഫേസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലുള്ള സംവിധാനങ്ങളെയാണ് നമ്മൾ പലപ്പോഴും ഫേംവെയർ എന്ന് പറഞ്ഞത്. നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ സാധിക്കുന്നത് ഇത് തന്നെയാണ്, നമ്മുടെ വാഷിംഗ് മെഷീൻ തന്നെയാണ്. കാരണം അതിനകത്ത് നമുക്ക് വലിയ മാറ്റങ്ങളോ വലിയ ഇൻട്രാക്ഷനോ ഒന്നും സാധിക്കില്ല. ജസ്റ്റ് ആ സാധനം സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനനുസരിച്ച് അതിൻ്റെ ഫംഗ്ഷനാലിറ്റി മാറുന്നു. അതുമായിട്ട് നമുക്ക് കൂടുതൽ വലിയ ചേഞ്ചസ് ഒന്നും സാധിക്കില്ല. അപ്പോൾ അതുപോലെ ഫേംവെയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഹാർഡ് കോഡഡ് സാധനമായിരിക്കും, പ്രോഗ്രാം ആയിരിക്കും. മറ്റേത് എന്ന് പറയുന്നത് ഒരു കുറച്ചും കൂടി യൂസറിന് ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു, എല്ലാ ഫേംവെയറുകളും എംബഡഡ് സോഫ്റ്റ്വെയർ തന്നെയാണ്. എന്നാൽ എല്ലാ എംബഡഡ് സോഫ്റ്റ്വെയറും ഒരു എംബഡഡ് ഫേംവെയർ അല്ല.